ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടുക്കും ചുറ്റുമുള്ള ഒരു ചെറിയ ഗാർഡനാണ്. ആ ഗാർഡനിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലുള്ള സണ്ണിയങ്കിളിൻ്റെയും സൂസൻ ആൻറ്റിയുടെയും വീട്ടിലാണ്. അവിടുത്തെ ചെടികളാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. വളരെ മനോഹരമായി ഉള്ള ഒരു ഗാർഡനാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയൊരു പോഷ് ഗാർഡൻ ഒന്നുമല്ല. സാധാരണ വീടുകളിൽ എങ്ങനെയാണോ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെയാണ്. പക്ഷെങ്കിൽ നല്ല അടുക്കും ചിട്ടയിലും വളരെ ചെടികളോട് വളരെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ഒരു വീടാണ് അത്. ഇത് മരത്തിലൊക്കെ ഓർക്കിഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓർക്കിഡ്, ഡെൻഡ്രോബിയം ഉണ്ട്, ഡാൻസിങ് ഗേളുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മരത്തിലൊക്കെ ഓർക്കിഡ് വെച്ചിട്ടുണ്ട്. എപ്പീഷ്യ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പീഷ്യ മരത്തിൽ മേളിലെങ്ങാണ്ട് ഒരു കുറ്റി വെച്ചതാണ്, ഒരു ചട്ടി വെച്ചതാണ്. അതിൽ നിന്ന് മരത്തിൽ നിന്ന് താഴോട്ട് വന്ന് ആ മരം നിറഞ്ഞ് ആ എപ്പീഷ്യ നിൽപ്പുണ്ട്. ഇനിയും കാണാൻ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് അധികം ചെടികളാണ്. നല്ല കട്ട വെയിലാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ. അപ്പോൾ മഴയൊക്കെ മാറി ഒക്കെ നിൽക്കുന്ന ജൂണാണെന്ന് പറഞ്ഞാലും മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. അതിൻ്റെ മാറി നിന്നപ്പോഴത്തേക്ക് നല്ല ചൂടും സൂര്യൻ്റെ ഭയങ്കര പ്രകാശമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ ആ ഒരു വീഡിയോയിലുണ്ട്. ഞാൻ ഫോണിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില ക്ലാരിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ സുഹൃത്തുക്കൾ അത് സദയം ക്ഷമിക്കുക കേട്ടോ. താങ്ക് യു. നല്ല വേലിപ്പരുത്തി നല്ല ഒരു വെട്ടി ഒതുക്കി ഒരു ബോൺസായി പോലെ തന്നെ ബുഷിയായിട്ട് നിർത്തിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അത് മഞ്ഞയും വെള്ളയും കൂടെ ഉള്ള ഒരു കളറാണ് ഈ കാണുന്നത്. ഇത് ചുമന്ന ടൈപ്പിലുള്ള വേലിപ്പരുത്തിയാണ് ഈ കാണുന്നത്. ഇനി ഒരു തെച്ചിയുടെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ലവണ്ണം ഇല കാണാതെ തന്നെ പൂത്ത് നിൽപ്പുണ്ട്. കുറ്റിത്തെറ്റിയാണ് ഈ ഉള്ളത്. തെച്ചി എന്നൊക്കെ ഇവിടെ പറയും. അതുപോലെ വേലിപ്പരുത്തിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ബട്ടർഫ്ലൈസ്, തേൻ കുടിക്കാൻ വരുന്ന ബട്ടർഫ്ലൈ ഗാർഡനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് വേലിപ്പരുത്തി എന്ന് പറയുന്നത്. പിന്നെ ബൊഗേൻവില്ലയൊക്കെ മഴയായിട്ട് പൂക്കളൊക്കെ പൊഴിഞ്ഞ് സങ്കടം പൂണ്ട് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അത് പ്രൂൺ ചെയ്യേണ്ട സമയമാണ്. ഇതൊരു അടീനിയാണ്. അടീനിയും മഴ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പൂക്കളൊക്കെ പോയി. മഴയായപ്പോഴത്തേക്കും പൂക്കളൊക്കെ മഴയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പൂക്കളൊക്കെ പോയി. ഇത് സൺഡേ മൺഡേ ആണ്, അതിലും പൂക്കൾ കുറവാണ്. മഴക്കാലം എന്ന് പറയുന്നത് അധികം പൂക്കളൊന്നും ഉണ്ടാവാത്ത ഒരു സമയമാണ്. പക്ഷേ മഴക്കാലത്ത് പോലും നമുക്ക് പൂക്കൾ തരുന്നതാണ് തെച്ചി, വേലിപ്പരുത്തി തുടങ്ങിയ സസ്യങ്ങൾ നമുക്ക് മഴക്കാലത്തും പൂക്കൾ തരുന്നതാണ്. ഇതൊരു ഹോയയാണ്, ഹോയയുടെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. നല്ലവണ്ണം പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ണാടിച്ചെടികളുണ്ട്. കുറച്ച് വെറൈറ്റീസ് കണ്ണാടിച്ചെടികളൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഡോട്ടഡ് ആയിട്ടുള്ളതും ചുവപ്പൊക്കെ. പിന്നെ ബിഗോണിയാസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ബിഗോണിയാസ് അത് മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷെയ്ഡിലോട്ടൊക്കെ മാറ്റി വെച്ച് തണൽ കൊടുത്ത്, കാരണം ബിഗോണിയാസിനൊരു 30% ഒക്കെ വെയിൽ മതി, ലൈറ്റ് മതി. കൂടുതലായി കഴിയുമ്പോഴേ ഇല മഞ്ഞളിക്കാനൊക്കെ തുടങ്ങും. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഗോണിയയുടെയൊക്കെ പണി പാളും. കണ്ടോ, ഇതൊക്കെ വിശാലം വെയിൽ കൂടുതൽ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് കിഴക്കൻ വെയിൽ കൂടുതൽ അടിച്ചതിൻ്റെ പ്രയാസമാണ് ആ ബിഗോണിയയ്ക്ക് അതൊക്കെ കാണുന്നത്. വിങ്ക ഇവിടെയുണ്ട്. ബിഗോണിയാസ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. മോൺസ്ട്ര നിൽപ്പുണ്ട്. ബിഗോണിയസിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ടർട്ടിൽ വൈന് ഒരു സ്പൈറലാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. സണ്ണിയങ്കിളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കണ്ണാടിച്ചെടികളുടെ ഒരു കളക്ഷൻ അങ്ങനെ കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കണ്ണാടിച്ചെടികളെ ബിഗോണിയൊക്കെ മാറ്റി കിളിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ ഒരു സൈഡിൽ നമ്മൾ കാണുന്നത്. ഇവിടെ കുറച്ച് നാടൻ ചെമ്പരത്തികൾ നിൽപ്പുണ്ട്. പിങ്ക് മൾട്ടി പെറ്റൽസ്, ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് അല്ല, നമ്മുടെ നാടൻ വെറൈറ്റീസാണ്. നാടൻ വെറൈറ്റീസുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് മഴ വന്നാലും ഫംഗസ് വന്നാലും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന നാടൻ വെറൈറ്റീസാണ്.
സ്ഥലമുള്ളവർക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു സാധനം, അല്ല ചട്ടിക്കകത്തും വെക്കാം. ഇത് കോളാമ്പി ചെടികളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കോളാമ്പി ചെടികൾ എല്ലാ സമയത്തും പൂ തരുന്നതാണ്. ഇത് ഓർക്കിഡ്സ് ആണ്. ഇപ്പോൾ ഓർക്കിഡ്സൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പൂ തരാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം എപ്പോഴും ഈർപ്പം നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂക്കൾ കിട്ടും. ഇത് നാടൻ റോസാണ്. അപ്പോൾ അത് ഓർക്കിഡ്സിൻ്റെയൊക്കെ നല്ല ഒരു സമയമാണിപ്പോൾ. നാടൻ തെറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ ഓർക്കിഡിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒച്ചിൻ്റെ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമാണ് ഈ ഒച്ചുകളൊക്കെ വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ ഓർക്കിഡിൻ്റെയൊക്കെ ഇലകളൊക്കെ തിന്നാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു സമയത്തേക്ക് ടോർച്ചും കൊണ്ട് ഇറങ്ങിയിട്ട് ഈ ഒച്ചിനെ പറക്കിയെടുത്ത് ഉപ്പിട്ട് നശിപ്പിക്കുകയാണ് ഒരു മാർഗം. രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾ വേസ്റ്റായ പച്ചക്കറികൾ നമ്മുടെ ഗാർഡനിൽ എവിടെയെങ്കിലും കൂട്ടിയിടുക. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്യാബേജിൻ്റെ ഇലയൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒച്ച ഇത് ആകർഷിച്ച് അവിടേക്ക് വരും. അങ്ങനെ നമുക്ക് ഇതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ മരുന്നൊക്കെ അടിച്ച് നശിപ്പിക്കുന്നതൊക്കെ വലിയ പ്രയാസമാണ്. കാരണം ഇത് പകലാകുമ്പോഴത്തേക്കും ഈ ഓർക്കിഡിൻ്റെ ചട്ടികളുടെ ഇടയ്ക്കും മരത്തിൻ്റെ ചെറിയ ചെറിയ പോടുകളുടെ ഇടയ്ക്കൊക്കെ കയറി ഒളിച്ചിരിക്കും. അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. വൈകുന്നേരം നമ്മൾ ഇറങ്ങി തന്നെ ഇതിനെ നശിപ്പിക്കുക തന്നെ ചെയ്താൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ആ ഒച്ചിൻ്റെ ഒരു ശല്യം നമ്മുടെ തോട്ടത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അത് ഓർക്കിഡിന് മാത്രമല്ല, നമുക്ക് വരുന്ന പുതിയ ചെടികളുടെ നാമ്പുകളൊക്കെ ഇത് കാർന്ന് തിന്നുകളെ. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ അഡീനിയമൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ അഡീനിയംസ് ആയിരുന്നു, അതൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെറ്റായി വരും. ഇതിപ്പോൾ അത് ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്, മഴവെള്ളം അങ്ങനെ വീഴുകയില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് അത് പ്രൂൺ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഓർക്കിഡ് നിപ്പുണ്ട്. പിന്നെ താഴോട്ട് വന്നാൽ നമ്മുടെ അടീനത്തിൽ പൂവൊക്കെ ഉണ്ടായി. പക്ഷേ ആ മഴ സമയം ആയതുകൊണ്ട് പൂക്കൾ കുറവാണ്. വിങ്കയുണ്ട്. അതുപോലെ നമ്മുടെ കലത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ടർട്ടിൽ വൈനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പീക്കോക്ക് ഫേണാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ കാണുന്നതും ഇതും ടർട്ടിൽ വൈൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കൃത്യമായി. ഇത് കണ്ടില്ലേ, ഡോവ് ഓർക്കിഡാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രാവ് പറന്ന് നിൽക്കുന്നതിന് പോയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് കാണാൻ, ഒരു സ്കൾപ്ചർ പോലുള്ള സാധനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇത് എപ്പീഷ്യ ഒരു ചെറിയ ചട്ടിയിൽ നട്ടിട്ടുണ്ട്. അത് ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. ഫിറ്റോണിയ, പിന്നെ അതുപോലെ അഗ്ലോണിമ, കലാത്തിയ, അങ്ങനെ കുറേ അധികം ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനെ നല്ല ഭംഗിയായിട്ട്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ 2 വെറൈറ്റീസ് ഞാനിവിടെ കണ്ടു. ഒരു മഞ്ഞ കൂടിയുണ്ട്. അത് രണ്ടും ഒരു പോട്ടിലാണ്. അത് മാറ്റി വെക്കേണ്ടൊക്കെ സമയം കഴിഞ്ഞു. അത് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കുമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജമന്തിയൊക്കെ മഴയായപ്പോഴത്തേക്കും ഒരു അളിച്ചിലിൻ്റെ ഒരു വക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും പ്രശ്നമൊന്നുമില്ല. റിബൺ ഫേൺസ് കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. മഞ്ഞത്തെറ്റിയുണ്ട്. അങ്ങനെ ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു സന്തോഷമാണ്. ഒരു ചെടിയെങ്കിലും ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ്. ഒരു ബോൾസമെങ്കിലും അല്ലെങ്കിൽ ഒരു മൂട് റോസെങ്കിലും ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി. പലരും പറയും എന്താണ് ഈ പോസിറ്റീവ് എനർജി എന്നൊക്കെ ചോദിക്കും. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. രാവിലെ നമ്മളുടെ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊരു ഗാർഡനിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നട്ടിരിക്കുന്ന ഒരു ചെടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പൂവ്, അതിന് വരുന്ന ഓരോ ഇലകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ്. അത് പലരും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോക്ക്ഡൗൺ അതിന് വലിയൊരു കാരണവുമായിട്ടുണ്ട്. ചെടികളെ ഇഷ്ടപ്പെടാത്തവർ പോലും ചെടികളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പ്രായമുള്ള ആൾക്കാർ, 1ഉം 2ഉം പേരുള്ള വീടുകളിലെ ആൾക്കാർ, മാതാപിതാക്കളെ തനിച്ചാക്കിയിട്ട് ഗൾഫിലേക്ക് പോയേക്കുന്ന മക്കൾ, അവർക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് ഇപ്പോൾ ചെടികൾ മാറുകയാണ്. ചെടി എന്ന് പറഞ്ഞാൽ ഗാർഡൻ തെറാപ്പി എന്ന് തന്നെ പറയുന്ന ഒരു വേർഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ചൊരു ഗാർഡൻ തെറാപ്പിയുടെ ഒരു വീഡിയോ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ മെൻ്റൽ റിലീഫിന് ഏറ്റവും പറ്റിയ ഒരു സംഗതിയാണ് ഗാർഡനിങ് എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ അനുഭവിച്ചറിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നതിനകത്ത് എതിരഭിപ്രായമൊന്നും കാണുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പച്ചക്കറികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ടെറസ് ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്പുകളൊക്കെയും അതുപോലെ ഫെർട്ടിലൈസിങ് ഐഡിയാസ്, പോട്ടിംഗ് ഐഡിയാസ്, ഹാങ്ങിങ് ഐഡിയാസ് ഇതൊക്കെയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ബൈ.